തൻ്റെ ആന്തരാത്മാവിലുള്ള ദൈവിക ശോഭ അവളുടെ മുഖത്തും പ്രസരിച്ചിരുന്നു. ഒരു പുഷ്പത്തിൻ്റെ നല്ല ഭാവത്തോടും അവളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ സെലിൻ ചേച്ചിയോട് കൊച്ചുത്രേസ്യ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ മനോഹര പുഷ്പമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു പുഷ്പം എത്ര മനോഹരമാണെങ്കിലും തന്നെ ഒരിക്കലും പ്രശംസിക്കാറില്ല. കാരണം താൻ എന്തായിരിക്കുന്നുവോ തൻ്റെ മനോഹാരിതയും ആകർഷണവും എത്രയധികമുണ്ടോ അതെല്ലാം ദൈവിക കൃപയാലാണ് എന്നറിയുന്നു. കൊച്ചുത്രേസ്യയും തൻ്റെ എളിയ സ്ഥിതിയെ മനസ്സിലാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൾ തനിക്ക് ലഭിച്ച കൃപയെ പ്രതി നിരന്തരം ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു. അതായിരുന്നു അവളെ നിർമ്മലയും നിഷ്കളങ്കയുമാറ്റിയത്. എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സ്വരത്തെ ശ്രവിക്കുന്നുവോ അത്രമാത്രം നമ്മൾ വിശുദ്ധിയിലും നിർമ്മലതയിലും വളരും. ഇതാണ് കൊച്ചുത്രേസ്യയുടെ ജീവിതം സ്പഷ്ടമാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും മൃദുവും സുഗന്ധപൂരിതവുമായ കൊച്ചുപൂവായി തീരുവാനുള്ള കൊച്ചുത്രേസ്യ എഴുതി, ഞാൻ ഈശോയുടെ ചെറുപുഷ്പമാണ്.